ഐ ആം ഗെയിം സിനിമയുടെ ടീസർ വരുന്നു. ഒറ്റക്കൊമ്പൻ ടിക്കി ടക്ക നീക്കം സിനിമകളുടെ റിലീസ് അപ്ഡേറ്റ്. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടെത്തിയ ഐ നോബഡി എന്ന ചിത്രം റിലീസിനെത്തിയ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 6,18,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 13,15,00,000 രൂപയുമാണ് ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 30 കോടി രൂപയോളമാണ് ഐ നോബഡിയുടെ ബഡ്ജറ്റ്. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തിയ ഗട്ടാ ഗുസ്തി 2 എന്ന ചിത്രം റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,05,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 44 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 27 കോടി രൂപയോളമാണ് ഗട്ടാ ഗുസ്തി 2വിന്റെ ബഡ്ജറ്റ്. അക്ഷയ് കുമാർ നായകനായിട്ടെത്തിയ വെൽക്കം ടു ദ ജംഗിൾ എന്ന ഹിന്ദി ചിത്രം റിലീസിനെത്തി 15 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 23,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 157 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 190 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 120 കോടി രൂപയോളമാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ഡ്വെയ്ൻ ജോൺസൺ നായകനായിട്ടെത്തിയ മോന എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 16,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 5 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 1,050 കോടി രൂപയുമാണ് 4 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 2,385 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രത്തിന് ബിലോ ആവറേജ് കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ആൽഫ എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 66,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 65,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 90 കോടി രൂപയും ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 110 കോടി രൂപയാണ് ആൽഫയുടെ ബഡ്ജറ്റ്. അഥർവ നായകനായിട്ടെത്തിയ ഇതയം മുരളി എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 11,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 15 കോടി രൂപയുമാണ് ഇതയം മുരളി ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 18 കോടി രൂപ. ലെനിൻ എന്ന തെലുങ്ക് ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും മാത്രം 31 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 42 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ലെനിന്റെ ബഡ്ജറ്റ് 50 കോടി രൂപ. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഈവിൾ ഡെഡ് ബേൺ എന്ന ഹോളിവുഡ് ചിത്രം റിലീസിനെത്തി 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 80,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 18 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 4 ദിവസങ്ങൾ കൊണ്ട് 450 കോടി രൂപയോളവും സ്വന്തമാക്കിയിട്ടുണ്ട്. 190 കോടി രൂപയോളമാണ് ഈവിൾ ഡെഡ് ബേണിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. അജയ് ദേവഗൻ ചിത്രം ധമാൽ 4 റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 12,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 78 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 90 കോടി രൂപയുമാണ് 4 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് 150 കോടി രൂപ. സൂര്യയെ നായകനാക്കി വെങ്കിയാട്ടലൂരി സംവിധാനം ചെയ്ത് നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സൂര്യയ്ക്കൊപ്പം അമിതാഭ് ബൈജു, രവീണ ടണ്ടൻ, രാധിക, യോഗി ബാബു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ കേരള തിയേറ്റർ ചാർട്ടിംഗ് പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂ സൂര്യ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ റിലീസിനെത്തിക്കുന്നത്. ആദ്യ ദിനം 300-ലധികം സ്ക്രീനുകളിൽ ഈ സൂര്യ ചിത്രം പ്രദർശിപ്പിക്കും. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതിയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് തിയേറ്ററുകളിലേക്ക് എത്തുക. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള ഫൈനൽ കളക്ഷൻ 90,21,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 8,10,00,000 രൂപ, കർണാടക കളക്ഷൻ 13,70,00,000 രൂപ, ആന്ധ്ര തെലങ്കാന കളക്ഷൻ 10,50,00,000 രൂപ, നോർത്ത് ഇന്ത്യ കളക്ഷൻ 5,60,00,000 രൂപ, ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 37,90,00,000 രൂപ, ഓവർസീസ് ഫൈനൽ കളക്ഷൻ 109,55,00,000 രൂപ. ആകെ ദൃശ്യം 3യുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 237,70,00,000 രൂപ. ഹോളിവുഡിൽ നിന്നും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ക്രിസ്റ്റഫർ നോളൻ ചിത്രമാണ് ദ ഒഡീസി. ചിത്രത്തിന്റെ ഇന്ത്യയിലെ സെൻസറിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ദ ഒഡീസിയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 52 മിനിറ്റും 33 സെക്കൻഡും. ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയതുകൊണ്ടാവണം സെൻസറിംഗ് ടൈമിൽ കട്ടുകളൊന്നും തന്നെ ഈ സിനിമയ്ക്ക് നൽകിയിട്ടില്ല. വരുന്ന ജൂലൈ 17-ാം തീയതി മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ ദ ഒഡീസി ഇന്ത്യയിൽ പ്രദർശനം ആരംഭിക്കും. സമന്ത കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് മായന്തി ബംഗാരം. ചിത്രം റിലീസിനെത്തി 18 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 65,00,000 രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 100 കോടി കളക്ഷനിലേക്കും ഈ സമന്ത ചിത്രം എത്തപ്പെട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ജൂലൈ 17 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മായന്തി ബംഗാരം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബാലൻ എന്ന ചിത്രം റിലീസിനെത്തി 25 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 17,80,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 34 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാലൻ സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോൾ C5 സ്വന്തമാക്കിയിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്.
വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഷ്കിൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ട്രെയിൻ. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടീസർ കണ്ടിട്ട് ഒരു പ്രോമിസിംഗ് പ്രോജക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒക്കെ വേറെ ലെവൽ ഫീൽ സമ്മാനിക്കുന്നുമുണ്ട്. വിജയ് സേതുപതിക്കൊപ്പം ശ്രുതി ഹാസൻ, നരേൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ട്രെയിനിന്റെ റിലീസ് അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. ഫഹദ് ഫാസിലിനെ നായകനാക്കി ശശാങ്ക് ഗെഹ്ലോട്ട് സംവിധാനം ചെയ്ത ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ ഫാന്റസി സിനിമയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ടീസർ കണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കാൻ ശ്രമിച്ച ഒരു സിനിമ പോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. എങ്കിലും ടീസർ കട്ട് അത്ര മികച്ചതായി തോന്നിയതുമില്ല. വരുന്ന സെപ്റ്റംബർ 11-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ തിയേറ്ററുകളിലേക്ക് എത്തും. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി രോഹിത് വി എസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു എക്സ്പെരിമെന്റൽ ആക്ഷൻ ഫാന്റസി സിനിമയാണ് ടിക്കി ടക്ക. നിലവിൽ പാച്ച് വർക്ക് ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും നടന്നു വരുന്ന ടിക്കി ടക്കയുടെ ടോട്ടൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വരുന്ന ഒക്ടോബർ മാസത്തോടെ മാത്രമേ പൂർത്തിയാവുകയുള്ളെന്നും അതും പൂർത്തീകരിച്ച ശേഷം വരുന്ന ക്രിസ്മസ് റിലീസായി ടിക്കി ടക്ക തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലാലേട്ടന്റെ അതിമനോഹരം എന്ന സിനിമയുമായി ക്ലാഷ് റിലീസായിട്ടാവും ടിക്കി ടക്ക എത്തുക. ആസിഫ് അലിക്കൊപ്പം നസ്ലിൻ, വാമിക ഗബ്ബി, മഡോണ സെബാസ്റ്റ്യൻ, ലുക്മാൻ തുടങ്ങിയവരാണ് ടിക്കി ടക്കയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജോജു ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് വരവ്. ജോജുവിനൊപ്പം അർജുൻ അശോകൻ, ദീപക് പറമ്പോൾ, വാണി വിശ്വനാഥ്, അഭിമന്യു തിലകൻ, മുരളി ഗോപി, ബാബുരാജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വരവിന്റെ ഓൺലൈൻ ബുക്കിംഗുകളെല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന വരവിന് UA 16+ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 23 മിനിറ്റും. വരുന്ന ജൂലൈ 16 മുതൽ വരവെന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. അമരൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ധനുഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ തമിഴ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഓം. മലയാളികളുടെ പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഇപ്പോൾ മലേഷ്യയിൽ വെച്ച് തുടക്കമായിരിക്കുന്നു. ഇവിടെ പ്രധാനമായും ധനുഷും ബോളിവുഡ് താരം നസറുദ്ദീൻ ഷായും ചേർന്നുള്ള ചിത്രീകരണമാവും നടക്കുക. ഇതിനിടയിൽ 5 ദിവസത്തെ മാത്രം ചിത്രീകരണത്തിൽ മമ്മൂട്ടിയും പങ്കെടുക്കുന്നുണ്ട്. ഇവരെ കൂടാതെ സായി പല്ലവി, ശ്രീലീല, സുനിലെ, യോഗി ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഓമിന് മ്യൂസിക് ഒരുക്കുന്നത് സായി അഭിയങ്കർ ആണ്. വരുന്ന ഒക്ടോബർ 16-ാം തീയതി ഓം റിലീസിനെത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ഫോക്ലോർ ഹൊറർ ചിത്രമാണ് ഒടിയൻ. പൃഥ്വിരാജിനൊപ്പം മഞ്ജു വാര്യരും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന ഒടിയന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് ഒരുക്കുമ്പോൾ ഷെഫീഖ് മുഹമ്മദ് അലിയാണ് ഒടിയൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. നിർമ്മാണം കരൺ ജോഹറും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ ഒടിയന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവുകയും ചെയ്യും. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തുടക്കം. ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തുടക്കത്തിന്റെ റിലീസ് പോസ്റ്റർ മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. വിസ്മയക്കൊപ്പം ലാലേട്ടനും ഒരു എക്സ്റ്റൻഡഡ് കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സായ് കുമാർ, ആശിഷ് ആന്റണി, ജാഫർ ഇടുക്കി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ തുടക്കം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കിരൺദാസ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഉന്മാദം. കുഞ്ചാക്കോ ബോബിനൊപ്പം ലിജോമോൾ, സിദ്ദിഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, കോട്ടയം നസീർ, സാബുമോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ലോകമെമ്പാടും റിലീസിനെത്തിക്കുന്നത് പനോരമ സ്റ്റുഡിയോസ് ആണെന്നുള്ള വിവരം മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. വരുന്ന ജൂലൈ 31 മുതൽ ഉന്മാദം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ദുൽഖറിനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ ഫാന്റസി സിനിമയാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കയാദു ലോഹർ, മിഷ്കിൻ, കതിർ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന ഐ ആം ഗെയിമിന്റെ ടീസർ എന്നാവും വരികയെന്ന് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ടീസറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ഒരു ഫംഗ്ഷനായി തന്നെ നടത്താനുള്ള പദ്ധതിയിലാണ് മൂവി ടീം. അതിനായിട്ടുള്ള വർക്കുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞെന്നും വരുന്ന ജൂലൈ 20-ാം തീയതിയോ അല്ലെങ്കിൽ ജൂലൈ 28-നോ ഐ ആം ഗെയിമിന്റെ ടീസർ പുറത്തു വന്നേക്കാമെന്ന തരത്തിലും ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്താതിരിക്കുന്ന ഐ ആം ഗെയിം വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നിലവിൽ റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നീക്കം. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടൈമിലുണ്ടായ ചില കോൺഫ്ലിക്റ്റുകൾ കാരണം മദ്രാസ് ഹൈക്കോടതി നീക്കത്തിന്റെ റിലീസ് തട ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ ഒരു കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തിയെന്നും ഉടൻ തന്നെ നീക്കം സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട വർക്കുകളിലേക്ക് മൂവി ടീം കടക്കുമെന്നും സംവിധായകൻ ജഗൻ ഷാജി കൈലാസ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രവുമല്ല, നീക്കം എന്ന ഈ ചിത്രം പൂർണ്ണമായും ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയിട്ടുള്ളതെന്നും അതിനാൽ തന്നെ പാട്ടുകളോ സംഘടന രംഗങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഇല്ലെന്നും സംവിധായകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം നീക്കം സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി.
ഗരുഡൻ എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമാക്കി ലിസ്റ്റൻ സ്റ്റീഫൻ പുതിയൊരു സിനിമ നിർമ്മിക്കാനൊരുങ്ങുന്നു. ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിലേക്കുള്ള കാസ്റ്റിംഗ് കോൾ അപ്ഡേറ്റ് ലിസ്റ്റൻ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരു സുരേഷ് ഗോപി ചിത്രമാണ് മാത്യു തോമസിന്റെ സംവിധാനത്തിൽ പുറത്തു വരാനിരിക്കുന്ന ഒറ്റക്കൊമ്പൻ. ഈ ഒരു ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ പ്രധാനമായും 2 സിനിമകളാണ് ഇനിയിപ്പോൾ റിലീസിന് എത്താനിരിക്കുന്നത്. അതിലൊന്ന് കത്തനാരും മറ്റൊന്ന് ഒറ്റക്കൊമ്പനും. അതിൽ ജയസൂര്യ നായകനായിട്ടെത്തിയ കത്തനാർ സിനിമയാവും ആദ്യം റിലീസിനെത്തുകയെന്നും അതിനുശേഷം മാത്രമേ ഒറ്റക്കൊമ്പൻ പുറത്തു വരികയുള്ളെന്നുമാണ് ഈ സിനിമകളുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം ഈ 2 സിനിമകളുടെയും ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി.